ഹായ് ഫ്രണ്ട്സ്, നിങ്ങൾക്കെല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അമ്മീസ് അടുക്കളയിലേക്ക് സ്വാഗതം. ഇന്നില്ലേ ഞാൻ നിങ്ങളോടൊപ്പം ഷെയർ ചെയ്യുന്നത് വ്യത്യാസമായൊരു ടോപ്പിക്കാണല്ലേ. നമ്മൾ ഏജ് ആകും തോറും, അതായത് നമ്മളൊരു 45 മുകളിലോട്ട് പോകും തോറും, 50 മുകളിലോട്ട് പോകും തോറും നമ്മുടെ ഡ്രസ്സ് സെൻസിലൊക്കെ ഒരു ഡിഫറെൻറ്റ് വേണം അല്ലേ. നമ്മളൊരു മേച്ചേർഡായ ഒരു ലേഡിയാണ്, അല്ലെങ്കിൽ നമ്മൾ പിക്ക് ചെയ്യുന്നതും നമ്മൾ ചെയ്യുന്നതും നമ്മൾ ഡ്രസ്സ് ചെയ്യുന്നതും നമ്മൾ നടക്കുന്നതും ഒക്കെ ഒരു പ്രത്യേക ഒരു ശ്രദ്ധ വേണം അല്ലേ. പ്രായം കൂടുന്തോറും ചില കാര്യങ്ങൾ നമ്മൾ വളരെ ശ്രദ്ധാപൂർവം തിരഞ്ഞെടുക്കണം. കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ 45 മുമ്പ് ചെയ്തിരുന്ന പല കാര്യങ്ങളും നമുക്കിപ്പോൾ ചെയ്യാൻ പറ്റില്ലല്ലോ. പക്ഷേ നമുക്കിപ്പോൾ ചെയ്യാൻ പറ്റുന്ന ഒരുപാട് നല്ല കാര്യങ്ങളുണ്ട്, നമ്മളെ ഹാപ്പി ആക്കുന്ന ഒരുപാട് കാര്യങ്ങളുമുണ്ട്. നമ്മളെ ഹാപ്പി ആക്കുന്ന എന്ത് കാര്യങ്ങളെന്ന് നിങ്ങൾക്ക് എന്നെ ഹാപ്പി ആക്കുന്നു, അതുകൊണ്ട് ഞാൻ എൻ്റെ വ്യൂവേഴ്സിനും എൻ്റെ ഫ്രണ്ട്സിനും കൂടെ ഷെയർ ചെയ്യുന്നു. അതായത് നമ്മൾ തിരഞ്ഞെടുത്ത വസ്ത്രങ്ങൾ നമുക്ക് പാകമാണോ അല്ലെങ്കിൽ നമുക്ക് സൂട്ടബിൾ ആണോ എന്ന് നമ്മൾ ആദ്യം തന്നെ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ചില കളേഴ്സ് ഒരു പ്രായത്തിൽപ്പെട്ട ആൾക്കാർക്ക് നമ്മളെ കൂടുതൽ നമ്മുടെ എനർജിയെ ട്രെയിൻ ഓഫ് ചെയ്യുന്നതായിട്ട് തോന്നും. അതുകൊണ്ട് നല്ല കളറുള്ളത് നമ്മൾ തിരഞ്ഞെടുക്കണം. അപ്പോൾ നിങ്ങൾ ചോദിക്കും, വൈ ആം ഐ വെയറിങ് വൈറ്റ് എന്ന്. അപ്പോൾ ഈ മാല ഷോ ഓഫ് ചെയ്യുന്നതിന് വേറൊരു കാര്യം കൂടിയുണ്ട്. നമ്മൾ ഇട്ടേക്കുന്ന ഒരു പെയിലായിട്ടുള്ള ഒരു ഡ്രസ്സാണ് അല്ലേ, പെയിൽ ഡ്രസ്സ്. അപ്പോൾ ഈ പെയിൽ ഡ്രസ്സിന് നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് അതിനെ ഒന്നുകൂടെ എൻഹാൻസ് ചെയ്യണം അല്ലേ, അതിൻ്റെ ഭംഗി പുറത്ത് കൊണ്ടുവരണം. അപ്പോൾ നമ്മൾ ആ വെള്ള ഡ്രസ്സിൻ്റെ കൂടെ വെള്ള മാല എല്ലാം ഇട്ട് കഴിഞ്ഞാൽ അതൊത്തിരി ബോറായിരിക്കും അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അതിനൊരു ഓപ്പോസിറ്റ് കളറോ അതിനോട് യോജിച്ച് പോകുന്നതുമായിട്ടുള്ളൊരു കളർ നമ്മൾ തിരഞ്ഞെടുക്കണം. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ ഇതൊരു ജെയ്ഡിലെ മാലയാണ്, നീല ജെയ്ഡാണ്. അതുപോലെ തന്നെ ഇതിനൊരു കുന്തൻ സ്റ്റൈല് ലോക്കറ്റും അതിൻ്റെതായ ജെയ്ഡിൻ്റെ ഒരു സ്റ്റോൺ വെച്ച ലോക്കറ്റാണ് കേട്ടോ ഇത്. അപ്പോൾ ഇത് ഈ വെള്ള ഡ്രസ്സിനോട് ഇത് യോജിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഞാനൊരു നീല പൊട്ട് വെച്ചു കേട്ടോ. അപ്പോൾ തന്നെ നമുക്കൊരു ഡിഫറൻസ് ഫീൽ ചെയ്യും. കാര്യം അത് കൂടുതൽ എടുത്ത് കാണിക്കും അല്ലേ. അതുപോലെ തന്നെ നമ്മുടെ ഇയറിങ്സ് അപ്പോൾ എനിക്ക് വേണമെങ്കിൽ ബ്ലൂ ഇടായിരുന്നു, പക്ഷെ ഞാൻ വിചാരിച്ചു വേണ്ട, വൈറ്റ് നന്നായിട്ട് പോകുന്നുണ്ട്. അങ്ങനെ ഞാനൊരു വൈറ്റ് ഇയറിങ് ഇട്ടു കേട്ടോ. അപ്പോൾ വൈറ്റ് നല്ലപോലെ പോകുന്നുണ്ട്. പിന്നെ ഞാൻ എന്താ ചെയ്തത്, വൈറ്റിലുള്ള അതിന് യോജിക്കുന്ന ഒരു ബാംഗിൾ ഇട്ടു. അപ്പോൾ പിന്നെ നമുക്ക് ഇടാം, നമ്മുടെ റിങ്സ് എല്ലാം ഇടാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് എന്തൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ ഇടാം. അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ യൂസ് ചെയ്യുന്ന ഡ്രസ്സിന് ഒരു കളർ സെൻസോടുകൂടി തിരഞ്ഞെടുക്കുക കേട്ടോ. ഒരുപാടൊന്നും വേണ്ട, കുറച്ച് സാധനങ്ങളും കുറച്ച് മേക്കപ്പും എലിഗൻ്റായിട്ടൊരു ലുക്കിൽ പോകുമ്പോൾ അത് തീർച്ചയായിട്ടും അത് വ്യത്യസ്തം തന്നെ ആയിരിക്കും. നമ്മൾ ഏത് ഏജിലും നമ്മൾ സ്റ്റാൻഡപ്പ് ചെയ്യും. അതുകൊണ്ട് നമ്മളുടെ ഡ്രസ്സ് സെൻസ് തീർച്ചയായിട്ടും ശ്രദ്ധിക്കണം. നമ്മൾ ഓവർ 45 ആകുമ്പോൾ തീർച്ചയായിട്ടും നമ്മളത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഈ ഒരു വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടമായാൽ നിങ്ങൾ തീർച്ചയായിട്ടും ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് ഓൾസോ കമൻറ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് സീ യു സൂൺ വിത്ത് അനദർ വ്ളോഗ്. ടിൽ ദെൻ, ബൈ ഫോർ നൗ മൈ ഫ്രണ്ട്സ് ആൻഡ് ടേക്ക് കെയർ. ബൈ.